ഇംഗ്ലീഷ് പേപ്പർ വായനയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള വീഡിയോ സീരീസ് തുടരുന്നു. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത പേപ്പറിൻ്റെ മറ്റൊരു പ്രധാന ന്യൂസുമായി നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. അതിനുവേണ്ടി നമുക്ക് ന്യൂസ് പേപ്പർ ഓപ്പൺ ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ന്യൂസ്, വെഡിങ് ഗിഫ്റ്റ് എക്സ്പ്ലോഷൻ കിൽഡ് ഹസ്ബൻഡ്, ഷീ റിമെയിൻ ഇൻ ദ ഡാർക്ക് ഇൻ ഒഡീഷ ഹോസ്പിറ്റൽ. വെഡിങ് ഗിഫ്റ്റ് കല്യാണത്തിന് വേണ്ടി കൊടുക്കുന്ന സമ്മാനം. എക്സ്പ്ലോഷൻ, വെഡിങ് ഗിഫ്റ്റ് എക്സ്പ്ലോഷൻ, ആ സമ്മാനത്തിൻ്റെ പൊട്ടിത്തെറി. കിൽഡ് ഹസ്ബൻഡ്, അത് ആ ഭർത്താവിനെ കൊന്നു. ഷീ റിമെയിൻ ഇൻ ദ ഡാർക്ക്, അവളാണെങ്കിലോ ഇൻ ദ ഡാർക്ക്, ഡാർക്കിലാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അബോധാവസ്ഥയിലാണ്. ഇൻ ഒഡീഷ ഹോസ്പിറ്റൽ എന്ന് നമുക്കിവിടെ അർത്ഥം വെക്കാം. ഇൻ ദ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്ത അവസ്ഥയിലാണെന്ന്. അപ്പോൾ ഇവിടെ ഒരു അബോധാവസ്ഥയിൽ എന്ന് നമുക്കിവിടെ വേണമെങ്കിൽ അർത്ഥം വെക്കാം. ഓക്കെ, നമുക്ക് ന്യൂസ് ആരംഭിക്കാം. They were engaged for a year but married for only 5 days. They were engaged, അവർ എൻഗേജ് ചെയ്യപ്പെട്ടു, കല്യാണ നിശ്ചയം ചെയ്യപ്പെട്ടു. ഫോർ എ ഇയർ, ഒരു വർഷമായി അവരെന്ത് ചെയ്തു, കല്യാണ നിശ്ചയിക്കപ്പെട്ട ആളുകളാണ്. ബട്ട് മാരീഡ് ഓൺലി 5 days, 5 ദിവസം മാത്രമേ അവർ വിവാഹിതരായിട്ടേ ഉള്ളൂ. സെയ്സ് രാകേഷ് ഷാഹു എന്ന സ്ത്രീ പറയുകയാണ്, ടോക്കിംഗ് അബൌട്ട് ഹെർ സിസ്റ്റർ, അവരുടെ സിസ്റ്ററെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവത്തിൽ ഇവളുടെ സിസ്റ്ററാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഹെർ ഹസ്ബൻഡ്, അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച്. ഓൺ ഫെബ്രുവരി 23 2 bombs, 2 ബോംബുകൾ അലൈജഡ്ലി കെപ്റ്റ്. അലൈജഡ്ലി എന്ന് പറഞ്ഞാൽ ആരോപിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇല്ലീഗലായി നമുക്ക് അർത്ഥം വെക്കാം. ഈ അലൈജ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് പ്രോപ്പറായി ഒരാളെ ചെയ്ത ആളെക്കുറിച്ച് അറിവില്ലാത്ത ഒരവസരത്തിലാണ് നമ്മൾ ഈ വേർഡ് ഉപയോഗിക്കുന്നത്. അലൈജഡ്ലി കെപ്റ്റ്, ആരോ ഒരാൾ എന്ത് ചെയ്തു, ഈ ഗിഫ്റ്റിൽ സൂക്ഷിച്ചു. ഇന്ന ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റിൽ സൂക്ഷിച്ചു. 2 ബോംബുകൾ സൂക്ഷിച്ചിരുന്നു. ദേ റിസീവ്ഡ്, അവർ സമ്മാനമായി സ്വീകരിച്ച ഗിഫ്റ്റുകളിൽ 2 ബോംബുകൾ സൂക്ഷിച്ചിരുന്നു. ഫോർ ദെയർ വെഡിങ്, അവരുടെ വിവാഹത്തിന്. വെൻഡ് ഓഫ്, അതെന്ത് ചെയ്തു, വെൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചു എന്നർത്ഥം. ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക എന്നർത്ഥം. ഒരു ഫ്രൈസൽ വേർഡാണ് ഗോ ഓഫ്. ഇവിടെ വെൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചു. കില്ലിങ്, അത് കൊന്നു, ജീവൻ നഷ്ടപ്പെടുത്തി. സൗമ്യശേഖർ സാഹു എന്നാളെ കൊന്നു. ആൻഡ് അവരുടെ വയസ്സാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ലിവിങ് ഹിസ് ബ്രൈഡ്, അവരുടെ വധുവായ റേമയെ സിവിയർലി ഇഞ്ചുർഡ്, വളരെയധികം ശക്തമായി മുറിവേറ്റു. സോമശേഖർസ് ഗ്രാൻഡ് മദർ, സോമശേഖറിൻ്റെ വല്യമ്മ, ഹു വാസ് വിത്ത് ദ ടു അറ്റ് ദ ടൈം, ആ വല്യമ്മ ഇവർ രണ്ടുപേരുടെയും അടുത്തുണ്ടായിരുന്നു. അറ്റ് ദ ടൈം, ആ പൊട്ടിത്തെറിക്കുന്ന സമയം. വാസ് ഓൾസോ കിൽഡ്, അവളും ഈ സംഭവത്തിൽ മരണപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. ഓക്കെ, അറ്റൻഡിങ് ടു രേമ അറ്റ് ദ കെറ്റക് ഹോസ്പിറ്റലിലെ രേമ, where she was brought, അവളെ കൊണ്ടുവന്നു. ആഫ്റ്റർ ദ ഇൻസിഡൻറ്റ് അറ്റ് പാട്നഗർ ടൗണിൽ നിന്ന് ആ സംഭവം ഉണ്ടായതിനു ശേഷം അവളെ കട്ടക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുവന്നത്. അവളെ പരിചരിക്കുന്ന, സഹായിക്കുന്ന രാകേഷ് പറഞ്ഞു, ഷീ ഈസ് സ്റ്റിൽ ഇൻ ദ ഡാർക്ക് ഓൺ ദ ഡെത്ത് ഓഫ് ഹിസ് ഹസ്ബൻഡ്. ഷീ ഈസ് സ്റ്റിൽ ഇൻ ദ ഡാർക്ക്, അവൾ ഇപ്പോഴും ഒരു അബോധാവസ്ഥയിലാണ്. ഓൺ ദ ഡെത്ത് ഓഫ് ഹർ ഹസ്ബൻഡ്, അവളുടെ ഹസ്ബൻഡിൻ്റെ മരണത്തിൽ. എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫ്രം ബാംഗ്ലൂരിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഹസ്ബൻഡിൻ്റെ മരണത്തിൽ. ഷീ റിമെമ്പർ, അവൾ ഓർമ്മിക്കുന്നു. ദ ബ്ലാസ്റ്റ്, ആ പൊട്ടിത്തെറി ഓർമ്മിക്കുന്നു. ബട്ട് വി ഹാവ് നോട്ട് ടോൾഡ് ഹെർ അബൌട്ട് ഇറ്റ്സ് കോൺസിക്വൻസസ്. ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല അബൌട്ട് ഇറ്റ്സ് കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തരഫലം എന്താണ് സംഭവിച്ചത്, ആരൊക്കെ മരണപ്പെട്ടു എന്ന് അവളെ അറിയിച്ചിട്ടില്ല. ദ ബ്രദർ സേസ്, അവളുടെ സഹോദരനായ രാകേഷ് പറഞ്ഞു. രേമ ടുക്ക് ദ ഇമ്പാക്ട് ഓഫ് ദ ബ്ലാസ്റ്റ്, ആ പൊട്ടിത്തെറിയുടെ ആഘാതം രേമയിൽ സംഭവിച്ചു. ടുക്ക് ദ ഇമ്പാക്ട് എന്നാൽ ആഘാതം, ആ പൊട്ടിത്തെറിയുടെ. ഓൺ ദ ലെഫ്റ്റ് സൈഡിലാണ് അത് ബാധിച്ചത്. ഓഫ് ഹർ ബോഡി, അവളുടെ ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ആ പൊട്ടിത്തെറിയുടെ ആഘാതം സംഭവിച്ചത്. എന്നാൽ ആ പൊട്ടിത്തെറിയുടെ പരിക്ക് ഏറ്റത്. രാകേഷ് പറയുന്നു, ഹിയറിംഗ് ഇൻ ഹെർ ലെഫ്റ്റ് ഇയർ, അവളുടെ ഇടത് ചെവിയുടെ കേൾവി ഈസ് അഫക്റ്റഡ്, എന്നാൽ അത് ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു എന്നർത്ഥം.
മോസ്റ്റ് ഓഫ് ഹെർ ഇഞ്ചുറീസ്, അവളുടെ എല്ലാ മുറിവുകളും, ആർ ഓൺ ലെഫ്റ്റ് സൈഡ്, അവളുടെ ഇടതുവശത്താണ്. ഹി ആഡ്സ്, അവൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ അവൻ പറഞ്ഞു എന്നർത്ഥം. ഓക്കെ, അവരുടെ ഫോട്ടോയാണ്. Forensic examination is underway to ascertain the nature of explosion. The forensic examination, forensic രാസപരിശോധന is underway, നടന്നുകൊണ്ടിരിക്കുന്നു, to ascertain, ഉറപ്പിക്കാൻ വേണ്ടി, the nature of explosion, എങ്ങനെയാണ് അത് പൊട്ടിത്തെറിച്ചത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. The Patnagar inspector in charge, Bareni Das, and Bolangir superintendent of police, K. Siva Subramani, refused to talk about the investigation. ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും അവർ നിരസിച്ചു to talk about the investigation, ഈ അന്വേഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഓക്കെ, the other officials speaking of the record said they have, മറ്റുള്ള ഉദ്യോഗസ്ഥർ പറയുന്നു, സ്പീക്കിംഗ് ഓഫ്, അവർ സംസാരിക്കുന്നു, ദ റെക്കോർഡ് സെഡ്, അവരുടെ റെക്കോർഡ് പറയുന്നതിനാൽ അവരുടെ അന്വേഷണത്തിൽ പറയുന്നു, ദേ ഹാഡ്, അവർക്കുള്ള അന്വേഷണത്തിൽ അവർ പറയുന്നു, സിഗ്നിഫിക്കൻറ്റ് ലീഡ്സ്, കാര്യമായ മുന്നേറ്റമുണ്ട് എന്ന് മറ്റുള്ള ഉദ്യോഗസ്ഥർ പറയുന്നു. അന്വേഷണത്തിൽ കാര്യമായ മുന്നേറ്റമുണ്ട് എന്ന് മറ്റുള്ള ഉദ്യോഗസ്ഥർ പറയുന്നു. ഓക്കെ, ഡോക്ടർ അനന്ത പട്നായിക് ഓഫ് ദ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് SCB മെഡിക്കൽ കോളേജിലുള്ള പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ അനന്ത പട്നായിക് പറയുന്നു, റീമ ഈസ് ബീയിങ് ട്രീറ്റഡ്, അവിടെയാണ് റീമയെ ശുശ്രൂഷിക്കുന്നത്. സേസ് പറയുന്നു, ദ ബ്ലാസ്റ്റ് ഹാസ് ഇൻഫ്ലിക്റ്റഡ്, ആ പൊട്ടിത്തെറി, ഹാസ് ഇൻഫ്ലിക്റ്റഡ്, അത് ചുമത്തിയിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇൻഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ചുമത്തുക, ഏൽപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ അത് ഇവിടെ നമുക്ക് ബാധിച്ചിട്ടുണ്ട്. 30 to 35% ബേൺ, 30-35% ബേൺ എന്ന് പറഞ്ഞാൽ കത്തുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ പൊള്ളൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അഡീഷണൽ പ്രോബ്ലംസ്, മറ്റുള്ള പ്രശ്നങ്ങൾ ശേഷം നമുക്ക് വരുന്ന ന്യൂസിൽ ചർച്ച ചെയ്യാം. ഓക്കെ, വീണ്ടും മറ്റൊരു ന്യൂസുമായി വീണ്ടും കാണാം. സീ ബൈ.